വന്നപ്പോൾ ക്ലീനിങ്, ഡെലിവറി അല്ലെങ്കിൽ കുക്കിംഗ് ഇങ്ങനത്തെ ജോലികൾക്കൊന്നും പോവാത്തവര് എബ്രോഡ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സായിപ്പിന്റെ നാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പണിക്കും പോയിക്കോളും എന്നുള്ളത് ഇവിടെയുള്ള സ്റ്റുഡൻസിനെ ഇങ്ങനെ കളിയാക്കിയിരുന്ന രീതിയിലുള്ള കമന്റ്സുകൾ ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെയും ഇവിടുത്തെയും കുറെ കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോലികൾക്ക് ഇങ്ങനെ പോകുന്നത്. അതിലൊന്ന് നാട്ടിലത്തെ കാര്യങ്ങൾ ആദ്യം നമുക്ക് പറയാം. നാട്ടിലത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫാമിലിയുടെ കൂടെയാണ് നിൽക്കുന്നത്. കല്യാണം കഴിയുന്ന വരെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഫാമിലിയുടെ കൂടെ പാരന്റ്സിന്റെ ഒപ്പമാണ് നിൽക്കുന്നത്. പഠിക്കുന്ന സമയത്ത് പാരന്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. നമ്മളെ നിങ്ങളിപ്പോ പഠിച്ചോ, കാശ് ഞങ്ങൾ തന്നോളാം എന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ പാരന്റ്സ് ഉണ്ട്. നമുക്കൊരു ജോലിക്ക് പോകണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നില്ല. ഇനി സിറ്റുവേഷൻ വരുന്ന കുറച്ച് കുട്ടികളുണ്ട്, അതായത് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ വീട്ടിലത്തെ ആ ഒരു സാഹചര്യം കാരണം ജോലിക്ക് പോയി കാശ് ഉണ്ടാക്കി അതിന്റെ കൂട്ടത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസും നാട്ടിലുണ്ട്. പക്ഷെ മെജോറിറ്റി ആൾക്കാർക്കും നാട്ടിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ പാർട്ട് ടൈം ജോലികൾക്ക് പോകാറില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഇങ്ങനത്തെ ജോലികൾക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം സാലറി ഒന്നും കിട്ടുന്നില്ല. ചെറിയ രീതിയിലാണ് നമുക്ക് സാലറി കിട്ടുന്നുള്ളൂ. മൂന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിലത്തെ കൾച്ചർ അങ്ങനെയല്ല. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ ഇങ്ങനത്തെ ജോലികൾക്ക് പോവാണ്, ഏതെങ്കിലും വീട്ടില് ക്ലീനിങ്ങിനോ അല്ലെങ്കിൽ ഹോട്ടലിൽ പാത്രം കഴുകാനോ അല്ലെങ്കിൽ ഡെലിവറി ജോബുകൾക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്നെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മളറിയാവുന്ന ആൾക്കാരൊക്കെ നമ്മളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മുടെ അപ്പനോടോ അമ്മോടോ പോയി പറയും, നിന്റെ മോന് ഇപ്പൊ ഈ പണിക്കാണോ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ നാട്ടുകാരും വീട്ടുകാരും എന്നെ കുറിച്ചോ അല്ലെങ്കിൽ എന്റെ മോനെ കുറിച്ചോ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു നാണക്കേടിന്റെ പുറത്തും ഇങ്ങനത്തെ ജോലികൾക്ക് സ്റ്റുഡൻസിനെ വിടാത്തവരുണ്ട്. പിന്നെ എല്ലാ ജോലികൾക്കും അതിന്റേതായ ഒരു പരിഗണനയോ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഒരു സാലറിയോ നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. ഇതും ഒരു കാരണമാണ്. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ജീവിത ചെലവ് കൂടുതലാണ്. ഇനി ഇവിടുത്തെ കൾച്ചർ ഇങ്ങനെയാണ്, അതായത് ഒരു ടൈം വരെയാണ് പാരന്റ്സ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ആ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടേതായ ജോലി കണ്ടെത്തി അവർക്ക് വേണ്ട കാശ് അവർ തന്നെ കണ്ടുപിടിക്കണം. ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ചെറുപ്പം തൊട്ടേ വളർത്തുന്നത്. അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പാർട്ട് ടൈം ജോലികൾക്ക് പോയാൽ നമുക്ക് എന്ത് ജോലിയാണോ ആ ജോലിക്കുള്ള വാല്യൂ ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ആ ജോലിക്കുള്ള റെസ്പെക്റ്റും കിട്ടുന്നുണ്ട്, അതിനുള്ള സാലറിയും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു പണിക്ക് പോകുമ്പോൾ നമ്മൾ ആരും ജഡ്ജ് ചെയ്യില്ല, അയ്യോ നാണക്കേട് എന്നുള്ളൊരു സംഭവം ഇവിടെ വരുന്നില്ല. കാരണം ഇവിടുത്തെ കൾച്ചർ അങ്ങനെയാണ്. ഇവിടെയുള്ള സ്റ്റുഡൻസ് ആയാലും ഇപ്പൊ ജർമ്മൻസിന്റെ ആയാലും ഇവിടെ വരുന്ന ആരായാലും അവരുടെ മക്കള് സൂപ്പർ മാർക്കറ്റിൽ ക്ലീനിങ്ങിന് അല്ലെങ്കിൽ ഹോട്ടലിൽ അടിച്ചു വരാനും തുടയ്ക്കാനും പാത്രം കഴുകാനും പ്രായം ചെന്നവരെ നോക്കാനും ഒക്കെ ആയിട്ട് ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നവര് അങ്ങനെയാണ് ഇവിടെ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് ഒരു വലിയൊരു കാര്യം അല്ലെങ്കിൽ നാണക്കേട് സംഭവിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആരും ജഡ്ജ് ചെയ്യാനായിട്ടോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് നാട്ടിൽ നമ്മൾ ഇങ്ങനെയുള്ള പാർട്ട് ടൈം ജോലികൾക്ക് പോകാത്തതും ഇവിടെ വന്ന് ഇങ്ങനെ പോകുന്നതും.